ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ ശരണമയ്യപ്പ. യഥാ മാതൃമാൻ പിതൃമാനാചാര്യവാൻ ഭൂയാത്. എൻ്റെ ആദ്യ ഗുരുവായ എൻ്റെ അമ്മയും യഥാ മാതൃമാൻ പിതൃമാൻ, പിന്നീടുള്ള എൻ്റെ സർവസ്വമായ എൻ്റെ അച്ഛനും, എൻ്റെ മനസ്സിന് ബുദ്ധിക്ക് ബോധത്തിന് പുതുജന്മം നൽകിയ എൻ്റെ ഗുരുപരമ്പരയിലെ അവസാന കണ്ണിയായ എൻ്റെ സദ്ഗുരുദേവും അതാ മാതൃവാൻ പിതൃവാൻ ആചാര്യവാൻ ഭ്രൂയാത്, ഇവർ എല്ലാവരും എന്നെ ഏവം പരമ്പരാപ്രാപ്തം പരമ്പരയിലൂടെ പഠിപ്പിച്ച ഈ വൈദിക സംസ്കൃതി വേദമാതാവിൻ്റെ അനുഗ്രഹാശിസ്സുകളോടുകൂടി നിങ്ങളോടൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ സഹോദരനായിട്ട് നിങ്ങളുടെ പ്രിയ കൂട്ടുകാരനായി സംസാരിക്കാൻ സാധിക്കുന്നത് ജന്മാന്തരേ ഭവിത് പുണ്യം. എത്രയോ ജന്മങ്ങളായിട്ട് ലഭിച്ചതാണ്. കാരണം സോഷ്യൽ മീഡിയകളിലൂടെയാണ് നിങ്ങളിത് കേൾക്കുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. സോഷ്യൽ മീഡിയകളെ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം? ഇപ്പോൾ താങ്കളിത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്, എനിക്കിത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ചാതുർവർണ്ണം മയാ സൃഷ്ടം. സമൂഹത്തെ 4 തരംതിരിച്ചിരിക്കുന്നത് ഞാൻ തന്നെയാണെന്ന് ഭഗവാൻ പറഞ്ഞത് കറക്റ്റാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലും ഗൂഗിൾ ഡോക്ടേഴ്സിലും ഈ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അഡ്വക്കേറ്റുമാരുടെയും യൂട്യൂബ് പണ്ഡിതന്മാരുടെയും കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ജീവിതത്തിന് ഒരു മധുരം വേണം. നോട്ട് ദാറ്റ് പോയിൻ്റ്, മധുരം വേണം. മധുരമില്ലാത്തൊരു സദ്യ അതത്ര ഒരു സദ്യ ആകുന്നില്ല. മധുരമില്ലാത്തൊരു ജന്മദിനം അതത്ര ശരിയല്ല. മധുരമില്ലാത്തൊരു ജീവിതം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇതാണ് വേദങ്ങൾ, ശ്രുതി, യുക്തി, അനുഭൂതി. ഈ വേദങ്ങൾ അവനവൻ്റെ ബുദ്ധിക്കും യുക്തിക്കും അനുസൃതമായി അൾട്രാ മോഡേൺ സയൻസിനും ആസക്തി ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അപ്പോൾ നമ്മളെ മക്കളെ ചോദിക്കും, അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അൾട്രാ റോബോട്ടിക് സർജറിയുടെ കാലഘട്ടത്തിൽ ഈ പുരാണങ്ങളുടെ പ്രസക്തി എന്താണെന്ന് അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് കഥയല്ല മോനെ, പയമ്പുരാണല്ല. ഈ കഥയുടെ ഉള്ളിലുള്ള തത്വങ്ങളുടെ ഉള്ളിലുള്ള ജീവിത സുഗന്ധം. അതുകൊണ്ടാണ് പുരാണവ ഇതി പുരാണം. ആദികാവ്യമായ പുരാണമായ രാമായണം ഇന്നും ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതിന് എന്തുമാത്രം ഇമ്പാക്റ്റ്. അതെന്താ തിരുമേനി അങ്ങനെ പറഞ്ഞത്? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. മനസ്സിലായല്ലോ? നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനാണ് ഇമ്പാക്റ്റ് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ അൾട്രാ മോഡേൺ സയൻസ് എന്താണിത്? AI ആർട്ടിഫിഷ്യലിൻ്റെ ഇത് ബുദ്ധിമതോമസ്മി തേജസ്വിനാമഹം. ഈ പ്രപഞ്ചത്തിലെ സർവ്വബുദ്ധികളുടെയും ബുദ്ധിയായ ആ ജഗദീശ്വരൻ്റെ ബുദ്ധിയാണ് നമ്മളിലൂടെ ഇത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഇതാണ് ഈ സനാതനമായ സംസ്കൃതി. സനാതനം ഇടക്കിടക്ക് കേൾക്കാല തിരുമേനി ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്താണിത്? ഒന്നുമില്ല, സദാ നൂതനമായ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയും, മമേവാംശോ ജീവലോകെ ജീവഭൂത സനാതനം.
സദാ നൂതനമായി എപ്പോഴും നശിക്കാതെ. ശ്രദ്ധിക്കൂ, എൻ്റെ ഒരു അംശമാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ പ്രപഞ്ചമായി പരിണമിച്ചത്. 6500 വർഷം പഴക്കമുള്ള, മാക്സ് മുള്ളർ പറഞ്ഞതാണ്, പഴക്കമുള്ള ഈ വൈദിക സംസ്കൃതി ഇന്നും ഇപ്പോഴും ഏറ്റവും അൾട്രാ മോഡേൺ സയൻസിന് പോലും ആക്സെപ്റ്റ് ചെയ്യാൻ എന്താണ് ഇത്രയധികം പ്രസക്തി? മറ്റൊന്നുമല്ല, അന്നുള്ള കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ ജീവിത ദുഃഖങ്ങൾ, അവിടെ നിന്നും ഇപ്പോഴുള്ള മനുഷ്യൻ്റെ ജീവിത ദുഃഖത്തിന് 1 കോടി ഇരട്ടി ദുഃഖങ്ങളെയാണ് നാം ഫേസ് ചെയ്യുന്നത്. അന്നുള്ള ജീവിത ശൈലികളിൽ നിന്നും 10,000 ഇരട്ടി സൗകര്യങ്ങൾ നമുക്ക് വർദ്ധിച്ചു. അന്ന് ജീവിതശൈലി രോഗങ്ങളില്ല. ഇന്ന് ജീവിതശൈലി രോഗങ്ങളിലാണ് ഞാനും നിങ്ങളുമടങ്ങുന്ന സമൂഹം മുങ്ങിക്കുളിക്കുന്നത്. അതിൻ്റെ കാരണം വൈദിക സംസ്കൃതിയിൽ നിന്നും നാം വ്യഭിചരിച്ചു. അതുകൊണ്ട് നമ്മൾ വീണ്ടും വൈദിക സംസ്കൃതിയിലോട്ട് തിരിച്ചു പോകണം. കാരണം നമ്മുടെ മക്കൾക്ക് അല്ല എങ്കിൽ ഇനിയുള്ള കാലഘട്ടത്തിൽ അവരുടെ ജീവിതം വളരെ യാതനാപൂർണമായിരിക്കും. കാരണം അത്രയധികം സ്ട്രെസ്സിലും സ്ട്രെയിനിലുമാണ്. ജനിച്ച കുട്ടി മുതൽ ICU യൂണിറ്റിൽ മരണത്തെ കാത്തു കിടക്കുന്ന കളവന്മാർ പോലും. നമുക്കറിയാം, അൾട്രാ മോഡേൺ സയൻസ് പറയുന്നു നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഹോർമോണുകളും നാച്ചുറൽ ഹോർമോണാണ്. നാച്ചുറൽ ഹോർമോൺ അല്ലാത്ത ഒരേ ഒരു ഹോർമോണേ ഉള്ളൂ, അതാണ് ഹാപ്പി ഹോർമോൺ. ഈ ഹാപ്പി ഹോർമോൺ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് പ്രവർത്തിപ്പിക്കണം. ഈ ഹാപ്പി ഹോർമോൺ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് മെത്തേഡാണ് വേദങ്ങൾ. വേദങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവങ്ങളാണ്, ഋഷീശ്വരന്മാരുടെ അനുഭവമാണ്, അവർ ജീവിതത്തിൽ അനുഭവിച്ച സൗഖ്യമാണ്. അപ്പോൾ എന്താണ് ഈ സുഖം? മറ്റൊന്നുമല്ല, ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റാണ്. വൈദിക സംസ്കൃതിയിൽ വേദങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ഞരമ്പുകളെയും ഊർജ്ജസ്വലമാക്കുന്നു, ഊഷ്മളമാകുന്നു. അപ്പോൾ ഒരിക്കലും തളർവാദം പിടിക്കുക, പാരലൈസ്, എന്തൊക്കെയാണ് രോഗങ്ങളുള്ളത്, ഇവയൊന്നും നമുക്ക് അടുക്കുക പോലും ഇല്ല. നമുക്കറിയാം, നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പോർഷനാണ് ടെമ്പർ ലോഗ്. ഇത് ചെതൽ തിന്നതുപോലെ താഴത്തോട്ട് വീഴുന്നതാണ് അൽസിമേഷ്യ. ഇതൊന്നും ഏതായാലും ബ്രഹ്മസംസ്കൃതിയിൽ വരില്ല. കാരണം ഇപ്പം ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളെ മുത്തശ്ശൻ പഠിക്കും, അയം വായു സർവേഷാം ഭൂതാനാം മധു. മണികണ്ഠ ഒരു 150 പ്രാവശ്യം ചൊല്ലിക്കോളൂ എന്ന്. ഏത്? ഈ ഒന്ന് തന്നെ. അപ്പോൾ ഈ ഒന്ന് തന്നെ 150 പ്രാവശ്യം ചിന്തിക്കുന്നു. അപ്പോൾ ബ്രെയിനിൽ ഒരു തോട്ട് എനർജി അത് തന്നെ ബുദ്ധിയിലോട്ട് കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രിസിറ്റി പാസേജ് ചെയ്യുന്നു. ECG ഒക്കെ എടുക്കില്ലേ, അത് തന്നെ ഇലക്ട്രിസിറ്റി പാസ്. ആ എനർജി തന്നെ ബുദ്ധിയിൽ കൺവേർട്ട് ചെയ്യുന്നു. അത് തന്നെ പ്രാക്ടിക്കലായിട്ട് നാവിൽ സൗണ്ട് എനർജി വരുന്നു. ആ സൗണ്ട് എനർജി വൈബ്രേറ്റിംഗ് എനർജിയായി മാറുന്നു. ഇങ്ങനെ നടക്കുമ്പോൾ ഈ ടെമ്പർ ലോഗ് എന്ന് പറഞ്ഞ പോർഷൻ ഊർജ്ജസ്വലമാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ യൂട്യൂബിൽ അടിച്ചു നോക്കണം, കുഞ്ഞുകുട്ടികളോട് പറഞ്ഞാൽ മതി, ഗ്രേ മാറ്റർ എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്. ഇവയെ തെറാപ്പി ചെയ്യുന്നത് പോലെ, ശരീരത്തിൽ തെറാപ്പി ചെയ്യുന്നത് പോലെ നമ്മുടെ ബ്രെയിനിനെ ബൂസ്റ്റ് ചെയ്യുന്നതാണ്. ഈ ഗ്രേ മാറ്ററിനെ ബൂസ്റ്റ് ചെയ്യുന്നതാണ് വേദ മന്ത്രങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞു, ആധുനിക മനുഷ്യൻ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. വാട്സാപ്പ് പ്രശ്നം, യൂട്യൂബ് പ്രശ്നം, സോഷ്യൽ മീഡിയ പ്രശ്നം, സെക്ഷൽ പ്രശ്നം, കുടുംബ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, ദാമ്പത്യ പ്രശ്നം, സാമൂഹിക പ്രശ്നം, 100,000 പ്രശ്നങ്ങളുടെ ഇടയിൽ ജോബ് പ്രശ്നം, പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കുന്ന പ്രശ്നം, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ സൂയിസൈഡ് ചെയ്യുന്നത്. അങ്ങനെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ സ്ട്രെസ്സും സ്ട്രെയിനിലും ജീവിക്കുന്ന ആധുനിക മനുഷ്യൻ്റെ അഡ്രിനൽ ഗ്രന്ഥി അമിതമായി അഡ്രിനൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ
നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ താളങ്ങളും തെറ്റുന്നു. നമ്മുടെ പാൻക്രിയാസിൻ്റെ താളങ്ങൾ തെറ്റുന്നു. ഇംബാലൻസ്ഡ് സ്റ്റേജ് ഓഫ് ലൈഫ്, ഇംബാലൻസ്ഡ് സ്റ്റേജ് ഓഫ് മൈൻഡ്, മനോരോഗികളെപ്പോലെയുള്ള ജീവിതമാണ് ഈ അഡ്രിനൽ ഹോർമോണ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ, ഒന്നുകിൽ തട്ടുക അല്ലെങ്കിൽ ഓടുക, ആ ഒരു ആറ്റിറ്റ്യൂഡിനകത്തോട്ടാണ് അടിച്ചു പൊളി എന്ന് പറയും. അടിച്ചു പൊളിച്ച് നശിക്കുകയാണ്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിറകെ പോയി അവിടെ ഒരു പരിധി വരെ അത് ലഭിച്ച് പിന്നീട് അതും സാറ്റിസ്ഫൈഡ് ആവാൻ ഇല്ലാതിരിക്കുമ്പോൾ സൂയിസൈഡിനകത്തോട്ട് പോകുന്നു. ഇതിന് ശാശ്വതമായ പരിഹാരമാണ് ഈ വൈദിക സംസ്കൃതിയിലോട്ടുള്ള ജീവിതം. നമുക്കറിയാം, ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പോലീസ് സ്റ്റേഷനിൽ എത്ര കേസ് നമ്പൂതിരിമാരുടെ പേരിലുണ്ട്? വളരെ കുറവാണ്. നമ്പൂതിരിമാരൊക്കെ ആത്മഹത്യ ചെയ്ത് ബ്രഹ്മസംസ്കാരത്തിൽ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഈ വേദമാതാവിൻ്റെ അനുഗ്രഹം. രോഗികൾ വളരെ കുറവാണ്. കാരണം മദ്യവും മയക്കുമരുന്നും ഈ കുഴിച്ചിടേണ്ട ശവക്കറികളും വായിക്കകത്തോട്ട് ഇവരിടുന്നില്ല. ഇതാണ് ഇതിൻ്റെ രഹസ്യം. നമുക്ക് ഇപ്പോൾ അറിയാം, നമുക്ക് ഒരു ചോപ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യക്കാരനുണ്ട്. ഈ പുള്ളിക്കാരൻ ഈ ക്യാൻസർ പേഷ്യൻറ്റിൽ റിസർച്ച് നടത്തുന്നതാണ്. ഇദ്ദേഹം അമേരിക്കയിൽ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. 98% മരണത്തോട് മല്ലിടിക്കുന്ന പേഷ്യൻറ്റുകളെ ഇനി 2% മാത്രം ബാക്കിയുള്ള ആൾക്കാരെ ഇദ്ദേഹം കൊണ്ടുപോകും. ഇദ്ദേഹത്തിൻ്റെ ലാബിൽ അവർക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുക്കും. രാവിലെ മുതൽ രാത്രി വരെ ഉറങ്ങുന്നത് വരെ വേദമന്ത്രങ്ങൾ കേൾപ്പിക്കും. അങ്ങനെ മണിക്കൂറുകൾക്കകം മരിക്കുമെന്ന് പറഞ്ഞ പേഷ്യൻ്റ് 7 വർഷം 9 വർഷം വരെയൊക്കെ ജീവിച്ചിട്ടുണ്ട്. വിശദമായിട്ടറിയാൻ സബ്സ്റ്റിറ്റ്യൂട്ട് മെഡിസിൻ എടുക്കുക, ചോപ്ര എന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഏതായാലും ശരി, ഈ വൈദിക കാലഘട്ടത്തിൽ സായം സന്ധ്യ ഇരുട്ട് വരുമ്പോഴാണ് നമുക്കൊക്കെ ഭയമാണ്. ഇരുട്ടിന് എല്ലാവർക്കും ഭയമാണ്. കണ്ണടച്ചിട്ട് 1 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണെന്ന്. ആ കണ്ണടച്ചിട്ട് 1 മിനിറ്റ് ഇരുന്ന് ഉള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് ഇന്നർ എൻജിനീയറിങ്. അപ്പോൾ നമുക്ക് മെല്ലെ 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 ബുദ്ധിക്കെയും ബോധത്തിനെയും ഞരമ്പുകളുടെയും ഹൃദയത്തിൻ്റെയും സുഷുമ്നയുടെയും എല്ലാ പ്രവർത്തനങ്ങളും നോക്കുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ നിന്നും ഒരു പൂത്തിരി കത്തുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. അതിനെയാണ് വികസിപ്പിച്ചെടുക്കുന്നതാണ് ഇന്നർ എൻജിനീയറിങ്. ഏതായാലും ശരി, സന്ധ്യയാകുമ്പോഴേക്കും വൈദിക കാലഘട്ടത്തിലെ ജനങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്നു കൊണ്ട് അവർ ആ അനന്തതയുടെ ഭാഗമാണ് ഞാൻ. അപ്പോൾ ആ അനന്തമായ ഭയത്തിൽ നിന്നും അവർ ബുദ്ധിയെ, ബോധത്തെ, ചിന്തകളെ തരംതിരിച്ചു വിടുകയാണ്. ഒന്നിച്ചിരുന്നു കൊണ്ട് ഇവർ ചില ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അങ്ങനെ മെല്ലെ 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 അവർ ഉറങ്ങിയിരിക്കുന്നു. ഉറക്കത്തിൽ പരമാനന്ദം അനുഭവിക്കുന്നു. സുപ്രഭാതം വരുമ്പോൾ അവരുടെ ഈ പ്രാർത്ഥനയുടെ ഈ ശബ്ദമുണ്ടാക്കിയ ഈ സുഖത്തിൽ നിന്നുമാണ് തുള്ളിച്ചാടി പുതിയ 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 എനർജനികൾ, ബ്രാഹ്മേ മുഹൂർത്തം, മുത്തായ, കൃത്യശൈവ, ഇതാണ് നമ്മൾ കുട്ടികളെയൊക്കെ വെളുപ്പിന് എഴുന്നേൽപ്പിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ബുദ്ധി അവർക്ക് വികസിക്കുമെന്ന് പറയുന്നത്. ആ പ്രകൃതിയുടെ ഉണർവിൻ്റെ പാർട്ടായി നമ്മുടെ ബുദ്ധിയും വികസിക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഈ വൈദിക കാലഘട്ടത്തിൽ ഉറക്കത്തിൽ അനുഭവിച്ച സുഖം അവർക്ക് ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടക്കാനാണ് ഇവരുടെ ചിന്തകൾ. യഥ സുഷുപ്തോ ന തവ അസ്തി ദുഃഖം. ഇവിടെ ദുഃഖങ്ങൾക്ക് മുഴുവൻ 100% പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് സുഷുപ്തിയിൽ ഉറക്കം. സുഷുപ്തിയിൽ ഇപ്പോൾ തലവേദന എടുക്കുന്നുണ്ട്, സുഷുപ്തിയിൽ ഉറക്കം പോകും. ഈ ഭാര്യയാകുന്ന പ്രശ്നം സുഷുപ്തിയിൽ അങ്ങോട്ട് പോവും. ഭർത്താവാകുന്ന പ്രശ്നം ഉറക്കത്തിൽ അങ്ങോട്ട് പോവും. കുട്ടികൾക്ക് ഉദ്ദേശിച്ച രീതിയിൽ ജോലി കിട്ടിയില്ല, ഉറക്കത്തിൽ അങ്ങോട്ട് പോവും. മകൾക്ക് ഗർഭിണിയായില്ല, ഉറക്കത്തിൽ, സുഷുപ്തിയിൽ, അതൊക്കെ എല്ലാം ഉറക്കത്തിൽ അങ്ങോട്ട് മാറിക്കിട്ടും. അതാണ് ഈ സുഷുപ്തിയുടെ പ്രത്യേകത. സുഷുപ്തിയിൽ അനുഭവിച്ച ജീവിത സുഖം അവസാന നിമിഷം വരെ നമുക്ക് കൊണ്ടു നടക്കാനാണ് വേദമാതാവിൻ്റെ അനുഗ്രഹത്താൽ വേദങ്ങൾ പഠിക്കണം എന്ന് പറയുന്നു. അപ്പോൾ യഥ സുഷുപ്തോ ന തവ അസ്ഥി ദുഃഖം ഋഗ്വേദത്തിൽ പറയുന്നു. ഇനി യജുർവേദത്തിൽ പറയുന്നു, സ്വപ്നേ സജീവേ സുഖദുഃഖഭോക്ത സ്വമായയാ കൽപ്പിത ജീവലോകേ സുഷുപ്തികാലേ സകലേ വിനീത.
സുഖരൂപമേ ഇതി ഇതി ഇതി, എൻ്റെ രൂപം സുഖമാണ് സുഖമാണ്. ഇത് ഞാൻ സുഷുപ്തിയിൽ പ്രൂവ് ചെയ്തു. അപ്പോൾ സുഷുപ്തിയിലുള്ള സുഖം എപ്പോഴും കൊണ്ടു നടക്കാനാണ്, നമ്മുടെ ബുദ്ധിയെ, ബോധത്തെ വികസിപ്പിക്കുന്നതാണ്, മനസ്സിനെ വികസിപ്പിക്കുന്നതാണ് വേദങ്ങൾ. അങ്ങനെയുള്ള വേദങ്ങളെ 4ആയി തരംതിരിച്ചതാണ്. നമ്മുടെ ബുദ്ധിയെ, ബോധത്തെ 4 തരങ്ങളായി തരംതിരിക്കുന്ന വ്യക്തിയുടെ പേരാണ്, ചൈതന്യത്തിൻ്റെ പേരാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വ്യാസൻ. വ്യാസായ വിഷ്ണുരൂപായ ആ മന്ത്രം നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ 4 വേദങ്ങൾ, ആ 4 വേദങ്ങൾ 4 മഹാവാക്യമുണ്ട്. ഋഗ്വേദത്തിൽ പ്രജ്ഞാനം ബ്രഹ്മ, യജുർവേദത്തിൽ അഹം ബ്രഹ്മാസ്മി, സാമവേദത്തിൽ തത്വമസി. നമുക്ക് അറിയാം ചാന്തോക്യ ഉപനിഷത്തിലാണ് അത് ഉള്ളത്. അയ്യപ്പസ്വാമിയുടെ മന്ത്രമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. തത്വമസി മഹാവാക്യം ഗുരു ശിഷ്യനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ആലിംഗനം ചെയ്യുകയാണ്. കുഞ്ഞെ, നീയാകുന്നു ആ ജ്ഞാനം. ഇനി അഥർവവേദത്തിലെ അയമാത്മാ ബ്രഹ്മ, എന്നിലെ ബോധസ്വരൂപമാണ് ആ ജഗദീശ്വരൻ എന്ന തിരിച്ചറിവ്. ബോധം സാന്ദ്രാനന്ദ അവബോധം എല്ലാം ഉണ്ടായി നിലനിന്ന് മറയുന്നത് ഈ ബോധത്തിലായതുകൊണ്ട് ഈ ബോധമാണ് ആ സച്ചിദാനന്ദമെന്ന് അവർ തിരിച്ചറിയുന്നു. അങ്ങനെ സമാനതകളില്ലാതെ മനുഷ്യ മനസ്സിനെ ഉയർത്തുന്നതാണ് വേദങ്ങൾ. ആ വേദ കാലഘട്ടത്തിലുള്ള മനുഷ്യൻ അനുഭവിച്ച ജീവിത സൗഖ്യത്തിൻ്റെ ഭാഗമാണ് നിങ്ങളും ഞാനും ഇന്ന് അനുഭവിക്കുന്ന ഈ ഹൈന്ദവ സംസ്കൃതിയുടെ ഏറ്റവും പൈലിങ്, അതിൻ്റെ ബേസ് അതാണ്. ഈ മുസ്ലിങ്ങളുടെ പേരിൻ്റെ കൂട്ടത്തിൽ മുഹമ്മദ് എന്നുണ്ടാകും. നമുക്കറിയാം മുഹമ്മദ് നബിക്ക് ശേഷം ഇന്നേ വരെ ഒരാളും അതിൽ അവതരിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല. നമുക്കറിയാം 2025 യേശുക്രിസ്തു അവതരിച്ച ശേഷം ഇങ്ങോട്ടാരും അവതരിച്ചിട്ടില്ല. എന്നാൽ അവതാരോഹ്യസംഖ്യോയം ശ്രീമദ് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു. അവതാരങ്ങൾ അസംഖ്യമാണ്. സദാശിവനെ തുടങ്ങി ശങ്കരാചാര്യരിലെത്തി, തപോവനാനന്ദ സ്വാമികളുടെ, ചിന്മയാനന്ദ മഹാരാജിലൂടെ എൻ്റെ ഗുരുവിലെത്തിയ ഗുരുപരമ്പര മുഴുവൻ അവതാരങ്ങളുടെ കഥയാണ് ഹൈന്ദവ സമൂഹത്തിന് പറയാനുള്ളത്. നമുക്കറിയാം നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ജീവിച്ച് നമ്മോടൊപ്പം മജ്ജയും മാംസവുമുള്ള ഭൂമിയിലെ അത്യത്ഭുതമായി അമ്മ മാതാ അമൃതാനന്ദമയി അമ്മ. ഇത് ഇത്രയേ ഉള്ളൂ. സെമിറ്റിക് മതങ്ങളൊക്കെ സ്വർഗരാജ്യത്ത് നിന്ന് കിട്ടുന്ന ബെഗ് ചെയ്ത് വാങ്ങിക്കുകയാണ്. അപ്പോൾ അവരെ ഡിപ്രസ് ചെയ്യുകയാണ്. എന്ത്? പാപികളെ 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 എന്ന് പറഞ്ഞ് ചവിട്ടിത്താഴ്ത്തുകയാണ്. ഇവിടെ വ്യാസം മനോവികാസത്തിൻ്റെ ധർമ്മശാസ്ത്രങ്ങളാണ്. ബുദ്ധിയെയും ബോധത്തെയും ചിന്തകളെയും വികസിപ്പിച്ച് ആ ബോധസ്വരൂപമാണ് ഭഗവാനെന്ന് തിരിച്ചറിയിപ്പിച്ച് ഇവരുടെ മനസ്സിനെ വളരുമ്പോൾ മനുഷ്യൻ തന്നെയാണ് മാധവനായി മാറുന്നത്. നരൻ തന്നെയാണ് നാരായണനായി ഉയരുന്നത്. അപ്പോൾ മനുഷ്യനെ മനുഷ്യദേവനാക്കി ഉയർത്തുകയാണ്. അതാണ് ഹൈന്ദവ സംസ്കൃതിയുടെ പ്രത്യേകത. അത് ഈ വേദമാതാവിൻ്റെ ബേസിലാണ് വളരുന്നത്. അത് ഈ മുസ്ലിങ്ങളുടെയൊക്കെ പേരിൻ്റെ കൂട്ടത്തിൽ മുഹമ്മദ് എന്നുള്ളതുപോലെ ഹൈന്ദവ എല്ലാവരുടെയും പേരിൻ്റെ കൂട്ടത്തിൽ ആദ്യം വേദം എന്നുള്ളൊരു പേരുണ്ട്. അതായത് വേദകാലഘട്ടത്തിൽ കുഞ്ഞ് ജനിച്ച് അവിടെ ആ ലിംഗവ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഒരുപോലെയാണ് വേദകാലഘട്ടത്തിൽ. ആ കയ്യിൽ കുഞ്ഞിനെ കൊടുത്ത ഉടനെ ആ കുഞ്ഞിനെടുത്ത് അച്ഛൻ ചൊല്ലുന്നൊരു മന്ത്രമുണ്ട്, കർണവേദനം. അഥാസ്യ നാമകരോതി വേദോസീതി തദസ്യ തദ്ഗുഹ്യമേവ നാമ ഭവതി. അദാസ്യ നാമകരോതി വേദോസീതി. കുഞ്ഞേ, നിന്റെ പേര് നാമമാകുന്നു. നാമം വേദം എന്നാകുന്നു. തദസ്യ തദ്ഗുഹ്യമേവ, അത് രഹസ്യമായി മനസ്സിൽ പറഞ്ഞുകൊണ്ട്. കാരണം അന്ന് ഋഷീശ്വരന്മാർക്കറിയാം, ഇപ്പം 140 കോടി ജനത ഉണ്ട് ഈ ഭാരതത്തിൽ നിന്ന്.
അദാസ്യ അദാസ്യ നാമക വേദോസീതി മേ നാമഭവതി, മറ്റ് പേരുകൾ ഇനി വിളിച്ചോളൂ. നമ്മുടെ എല്ലാവരുടെയും പേര് നമുക്കറിയാം. ഹിന്ദുക്കളുടെ പേരാണെന്നുണ്ടെങ്കിൽ ദേവീ ദേവന്മാരുടെ പേരാണ്. അതെന്തിനാണ്? നമ്മുടെ മുന്നിൽ ഒരു ഓപ്പർച്യൂണിറ്റി തരികയാണ്. ആ ദേവന് തുല്യം നീ വളരണമെന്ന്. എൻ്റെ അച്ഛനെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ ശംഭുവാധ്യാരി. ശംഭു എന്ന് പറഞ്ഞാൽ ശം ആത്യന്തികം, ഇതി ശംഭു, അകത്തും പുറത്തും സർവത്തിലും നിറഞ്ഞു നിൽക്കുന്ന പരമാനന്ദമാണ്. ശം ആത്യന്തികമാണ് ശംഭു. അദ്ദേഹത്തിൻ്റെ മകനായ ഞാൻ, എൻ്റെ പേര് മണികണ്ഠൻ എന്നാണ്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. കണ്ഠസ്യ ഭൂഷണം ഇതി മണികണ്ഠ, കണ്ഠത്തിൻ്റെ ഭൂഷണമാണ് ആ പരമാനന്ദമായ സച്ചിദാനന്ദമായ ബ്രഹ്മം. ഏവം പരമ്പരാപ്രാപ്തം. എൻ്റെ മകന് ഇത് തന്നെയാണ് പേര്, ശംഭു എന്നാണ്. എൻ്റെ അനുജൻ്റെ മകൻ്റെ പേരാണ് മണികണ്ഠൻ. ഇതിങ്ങനെ പരമ്പരാഗതമായിട്ട് നമ്മൾ എടുക്കും. ഇതെല്ലാം ഈശ്വരീയമായ പേരുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഈ വേദങ്ങളുടെയൊക്കെ അവസാനമാണ് ഉപനിഷത്തുക്കൾ ഉള്ളത്. 1180 1180 ഉപനിഷത്തുക്കളാണുള്ളത്. ഈ 1180 ഉപനിഷത്തുക്കൾ ശങ്കരാചാര്യർ അത് മുഴുവൻ സെലക്ട് ചെയ്ത് അതിനകത്ത് ഏകദേശം ഹാമറിംഗ് ദി ഐഡിയാസ് അഭ്യാസേനത് കൗന്ദേയ, ഭഗവാൻ പൂർണ്ണാവതാരം എടുത്ത് പറഞ്ഞാക്കനെ ഈ അവനവൻ്റെ വ്യക്തിത്വത്തെ വികസിപ്പിക്കുന്ന വ്യത്യസ്തമായ മാർഗങ്ങളിൽ ഏറ്റവും നല്ല 10 മാർഗം ശ്രീശങ്കര ഭഗവത്പാദർ തെരഞ്ഞ് കണ്ടുപിടിക്കുകയാണ്. ആ 10 ഉപനിഷത്തുക്കൾ, അത് ദശോപനിഷത്തുക്കൾ എന്ന പേര്. ഈശകേശകഠ പ്രശ്ന മുണ്ടമാണ്ഡൂക്യ തൈത്തിരി ഐത്തിരീയം ചാന്തോക്യ ബൃഹദാരണ്യകം തഥാ. ഈ 10ാമത്തെ ഉപനിഷത്തുകളാണ് ബൃഹദാരണ്യക ഉപനിഷത്തുക്കൾ. ഈ സദാശിവനിൽ തുടങ്ങി ശങ്കരാചാര്യരിലെത്തി എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ തിരുമുഖത്ത് നിന്നും ഈ 10 ഉപനിഷത്തുക്കളും പഠിക്കാനുള്ള അസുലഭങ്ങളിൽ അസുലഭമായ ഒരു സൗഭാഗ്യം എനിക്കു ലഭിച്ചു. ആ സൗഭാഗ്യമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ യജുർവേദത്തിൽ വളരെയധികം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു നല്ല മന്ത്രമുണ്ട്. ഇത് ബൃഹദാരണ്യക ഉപനിഷത്തിലും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എന്താണ് ഈ സ്പിരിച്വൽ സയൻറ്റിസ്റ്റുമാർ ആയ ഋഷീശ്വരന്മാർ അവർ ഷോർട്ട് നോട്ടുകളായി ഈ ഉപനിഷത്തുകളിൽ ഒന്നുമില്ല. ഈ ജീവാത്മാവിനെ ബ്രഹ്മതത്വത്തിലോട്ട് ഉയർത്തുകയും ബ്രഹ്മതത്വത്തിൽ നിന്നും അമൃതത്വത്തിലോട്ട് ഉയർത്തുകയും അതുവരെയുള്ള ജീവിതം സ്വസ്ഥമായ ജീവിതം, അവനവനിലിരുന്ന് അവനവന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് അവനവൻ ഉയരുന്നതിനെയാണ് സ്വസ്ഥത. നമ്മൾ വഴക്കിടുമ്പം ഭാര്യയോട് പറയല്ലേ, എൻ്റെ പൊന്നു ഭാര്യയെ എനിക്കൊരൽപ്പം സ്വസ്ഥത. ഭാര്യ പറയാറില്ല, എൻ്റെ പൊന്നു ചേട്ടാ എനിക്കൊരൽപ്പം സ്വസ്ഥത. നമ്മൾ മക്കൾ ട്യൂഷന് പോവാ പഠിക്ക് വരും പറയല്ലേ, അമ്മ എനിക്കൊരൽപ്പം സ്വസ്ഥത. ഒന്നുമില്ല, അവനവനിൽ ഇരിക്കുന്നതാണ് സ്വസ്ഥത. ഈ സ്വസ്ഥത ലഭിച്ചു കഴിഞ്ഞാൽ അവനവനിൽ ഇരുത്തി കഴിഞ്ഞാൽ അൾട്രാ മോഡേൺ സയൻസ് പറയുന്നു നിങ്ങളുടെ BP നോർമലാവും. BP നോർമലായി കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരില്ല. BP നോർമലായി കഴിഞ്ഞാൽ പാൻക്രിയാസ് ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഷുഗറും സർവ്വ അസുഖങ്ങളും മാറും. അപ്പോൾ ഈ വേദ പഠനത്തിലൂടെ ഇത്രയും മെറിറ്റ് നമുക്ക് കിട്ടും. ജീവിതത്തിൽ വാർദ്ധക്യത്തിൽ ഒരു വാക്കിംഗ് സ്റ്റിക്കായി ഈ വേദമാതാവിനെ നമുക്ക് കൊണ്ടു നടക്കാം. നമ്മളിത് പഠിക്കണം, നമ്മളെ മക്കളെ നമ്മളിത് പഠിപ്പിക്കണം, വരും തലമുറയെ ഇത് പഠിപ്പിക്കണം. എന്തിനാണ്? മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്ന സംസ്കൃതി അവരെ പഠിപ്പിച്ചില്ല എങ്കിൽ നമ്മളെ ഗുരുവായൂർ ക്ഷേത്ര തിരുസന്നിധിയുടെ നടയിൽ നമ്മളെ അവർ നട തള്ളും. അപ്പോൾ നട തള്ളാതിരിക്കാൻ അവരെ വേദങ്ങൾ പഠിപ്പിക്കണം. ജീവിതത്തിൻ്റെ സായങ്കാലത്ത് വൃദ്ധസദനത്തിൽ ഹിന്ദുക്കളായ ജന്തുക്കളായ മുഴുവൻ കളവികളെയും കളവന്മാരെയും പുതുതലമുറ ന്യൂജൻ കൊണ്ടിടുന്നതിൻ്റെ കാരണം അവരെ ഈ വൈദിക സംസ്കൃതിയിൽ വളർത്തിയെടുക്കാത്തതാണ്. എൻ്റെ അച്ഛൻ
എന്നെ ഈ വൈദിക സംസ്കൃതിയിൽ എൻ്റെ മുത്തശ്ശന്മാരും സദാശിവനെ തുടങ്ങി അങ്കിരസ ഋഷിയിലെത്തി കൃഷ്ണ യജുർവേദ പാരമ്പര്യപ്രകാരം ആ അങ്കിരസ ഗോത്രത്തിലൂടെ വളർന്നതുകൊണ്ട് ആ ബ്രഹ്മചര്യ ആശ്രമത്തിൽ വളരെയധികം ഗഹനമായി പഠിച്ചതുകൊണ്ട് 4 പതിറ്റാണ്ട് കാലഘട്ടത്തിലെ അദ്വൈത വേദാന്ത വിദ്യാർത്ഥിയായി ഈ വേദ ഉപാസനയിലൂടെ വന്നതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള അസുലഭ നിമിഷം കിട്ടി. നിങ്ങളും സൗഭാഗ്യവാന്മാർ, അതിലേറെ സൗഭാഗ്യവാൻ ഞാൻ. ഏതായാലും ശരി, ഈ ഏറ്റവും വലിയ ബൃഹത്തായ ഈ ബ്രഹ്മവിദ്യ അത് ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ നടത്തുന്നതാണ് ഈ ബൃഹദാരണ്യക ഉപനിഷത്തിൽ. അതിൽ 2-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ ബ്രാഹ്മണ്യത്തിൽ 4-ാമത്തെ മന്ത്രം നമുക്ക് ആ വേദമാതാവിൻ്റെയും ഗുരുപരമ്പരയുടെയും അനുഗ്രഹത്തിലൂടെ ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. അപ്പോഴായിരിക്കും നമ്മുടെ ഈ ബ്രെയിനിന് വരുന്ന ഒരു മധുരമായ ഇത്. ശരണമയ്യപ്പ. അയം വായു സർവേഷാം ഭൂതാനാം മധു അസ്യ വായോ സർവാണി ഭൂതാനി മധു യശ്ചായമസ്മിൻ വായൗ തേജോമയോ അമൃതമയായ പുരുഷ യശ്ചായമധ്യാത്മാ പ്രാണസ്തേജോമയോ അമൃതായ പുരുഷ അയമേവസയോ അയമാത്മാ ഇദമമൃതം ഇദം ബ്രഹ്മ ഇദം സർവം. ഇതാണ് അതിമധുരമായ കൃഷ്ണ യജുർവേദത്തിൽ നമുക്ക് ധാരാളം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു മന്ത്രമാണിത്. ഇത് ഈ ഉപനിഷത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ പ്രത്യേകതയൊന്നും മറ്റൊന്നുമല്ല, ആ വേദ മാതാവ് എന്തുമാത്രം മഹനീയമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താണ് പഠിപ്പിക്കുന്നത് എന്നറിയുമ്പോഴായിരിക്കും അതിൻ്റെ മാധുര്യം. ഹയം വായു, ഇവിടെ തിയറി അല്ല. ഭഗവാൻ പൂർണ്ണാവതാരം എടുത്ത് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിച്ച് പ്രാക്ടിക്കൽ ഹാളിൽ കൊണ്ടുവന്ന് ജീവിത വിജയികളാക്കുന്ന പോലെയാണ്. അയം വായു, ഈ വായുവിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഏത്? ഈ നിശ്വാസ വായു. സോഹം സോഹം സോഹം. ഈ വായുവിനെ, അയം വായു, ഈ വായുവിനെ ഇത് തിരിച്ചിട്ടാണ് സോഹം എന്നുള്ളതാണ് ഹംസം. ഹംസം. അപ്പോൾ ഹംസത്തിൻ്റെ പ്രത്യേകത എന്താണ്? പാലും വെള്ളവും മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പാല് കുടിക്കും. ഇതുപോലെ ഈ വായുവിൽ നിന്നും ഓക്സിജൻ വലിച്ചെടുക്കുന്നു. അതാണ് ഹംസം എന്ന്. ഏതായാലും ശരി, ഈ വായു എന്താ ഈ വായുവിൻ്റെ പ്രത്യേകത? അത് പ്രത്യേകത ഒന്നുമില്ല. എൻ്റെ അച്ഛൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന സെമൻ, ആ ഞാൻ അച്ഛൻ കഴിച്ച അവിയൽ, സാമ്പാർ, പുളിശ്ശേരി, പായസം, പപ്പടം മുതലായിരിക്കുന്ന കാര്യങ്ങൾ ബ്ലഡ് കൺവേർട്ട് ചെയ്ത് സെമനായിട്ട്, അപ്പോൾ അതിനകത്തൊക്കെ സാമ്പാറിനകത്തുണ്ടായിരുന്ന ഞാൻ, അവിയലിനകത്തുണ്ടായിരുന്ന ഞാൻ, പുളിശ്ശേരിക്കകത്തുണ്ടായിരുന്ന അയ്യപ്പസ്വാമിയുടെ അരവണ പായസത്തിനകത്തുണ്ടായിരുന്ന കോസ്മിക് എനർജിയായ ഞാൻ. ശാസ്ത്രീയമാണ്. കുട്ടികളെ ഇങ്ങനെ പഠിപ്പിക്കണം, കുട്ടികളെ ഇത് മനസ്സിലാക്കി കൊടുക്കണം. ആ ഞാൻ ബ്ലഡായി ഞാൻ, സെമനായി ഞാൻ, അമ്മയുടെ യഗ്ഗായി ഞാൻ അവിടെ വികസിക്കുകയാണ്. യഗ്ഗുമായി സംയോജിച്ച് ഞാൻ വികസിക്കുകയാണ്. ഈ വികസിക്കുന്ന സമയത്ത് അംബ്ലിക്കൻ കോഡ് വരുന്നു. അംബ്ലിക്കൻ കോഡ് വഴിയിൽ എനിക്ക് ഓക്സിജൻ കിട്ടുന്നു. അവിടെ നിന്നും ഞാൻ ജനിച്ച് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അംബ്ലിക്കൻ കോഡ് കട്ട് ചെയ്തു. ഇനി തമാശ ഇതൊന്നുമല്ല. യൂറോപ്പിലെ ഒരു സിസ്റ്റമാണ്. ഇപ്പം എൻ്റെ അനന്തരവൻ കാനഡയിലാണ്, അവിടുത്തെ പൗരത്വമൊക്കെ. അവൻ്റെ ഭാര്യ പ്രസവിച്ച സമയത്ത് കുഞ്ഞിനെ ഇങ്ങനെ എടുത്തിട്ട് അവൻ്റെ കയ്യിൽ കത്രിക കൊടുക്കും. എന്നിട്ട് ആ അംബ്ലിക്കൻ കോഡ് ഇവൻ പോയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം. ക്ലിക്ക്, അത് രണ്ടും ഇതാക്കണം. ഇത് കണ്ടിട്ടാണ് ഈ ഉദ്ഘാടനത്തിന് നമ്മൾ കത്രിക എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതിനകത്ത് പ്രവേശിക്കുന്നത്. അവിടുത്തെ ഓരോ ചടങ്ങ്, അത്രയേ ഉള്ളൂ. ശരണമയ്യപ്പ.
ഏതായാലും ശരി, ശ്രദ്ധിക്കൂ, എൻ്റെ അമ്മയുടെ ശരീരത്തിലെ അംബ്ലിക്കൻ കോഡ് കട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിലേക്കുള്ള ഓക്സിജൻ്റെ വായുവിൻ്റെ പ്രാണവായു വരുന്നത് ബ്ലോക്കായി. ഈ സമയത്ത് എൻ്റെ മൂക്കിലൂടെ പ്രവഹിക്കുകയാണ് ജഗതീശ്വരനായ പരമേശ്വരൻ. പ്രാണവായുവായി മധുരമായ സംഗീതം പോലെ എൻ്റെ മൂക്കിലോട്ട് വളർന്ന് എൻ്റെ മൂക്കിലോട്ട് വലിച്ച് ഞാൻ എടുക്കുന്നു. എൻ്റെ മൂക്കിലൂടെ കയറി എൻ്റെ ശ്വാസകോശത്ത് കയറി അവിടുന്ന് ഓരോ കോശങ്ങളിലും എത്തി. അപ്പോൾ ഋഷി ചൊല്ലി, നമസ്തേ ബ്രഹ്മണേ നമസ്തേ വായവേ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ പ്രത്യക്ഷം. എൻ്റെ കണ്ണിലൂടെ ഞാൻ കാണുന്നു, എൻ്റെ ചെവിയിലൂടെ ഞാൻ കേൾക്കുന്നു, എൻ്റെ ശരീരത്തിലൂടെ ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ പ്രത്യക്ഷമായി വായു ഭഗവാനായിട്ട് എൻ്റെ മുന്നിൽ വന്ന് അവതരിച്ച അവതാരത്തിൻ്റെ പേരാണ് ജഗതീശ്വരൻ. ഈ വായു ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും മധുവൂർന്ന മധുവാകുന്നു. തേനിൽ മുക്കിയ കൽക്കണ്ടം പോലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വായു ഭഗവാൻ. ഇത് ഈ വേദത്തിൽ തപ്പിപ്പോയി കണ്ടുപിടിച്ച് ഇപ്പോൾ ഞാൻ പഠിച്ചത് നിങ്ങളോട് പറയാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. കാരണം ഞാനിത് പറഞ്ഞാൽ അതിനൊരു മധുരം വരും. കാരണം എന്താണ്, ഇതെൻ്റെ ജീവിത അനുഭവമാണ്. ഞാൻ പറഞ്ഞില്ലേ അയം വായു ചതാവയ്യപ്പ, അതെൻ്റെ അനുഭവമാണ്. എന്താ അനുഭവം തിരുമേനി? മറ്റൊന്നുമല്ല, ഒരു ഭഗവത്ഗീതയുടെ ഒരു 7 ദിവസത്തെ ഒരു പ്രോഗ്രാം കണ്ണൂർ. അതിനുവേണ്ടി ഞാൻ ഇവിടുന്ന് കാർ ഓടിച്ച് പോവുകയാണ്. അപ്പോൾ തൃശ്ശൂർ റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു നെഞ്ചുവേദനയൊക്കെ അനുഭവപ്പെട്ടു. ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തില്ല. ഞാനിങ്ങനെ വീണ്ടും വണ്ടി ഓടിച്ചുകൊണ്ട് പോയി. നിൽക്കാനും ഇരിക്കാനും കിടക്കാനും പറ്റില്ല. അപ്പോൾ കോഴിക്കോട് ബൈപ്പാസിലെത്തിയപ്പോൾ എൻ്റെ മകനുണ്ട് ഫ്രണ്ടിൽ. അവരോട് ഞാൻ പറഞ്ഞു, മോനെ സാക്ഷാൽ അയ്യപ്പസ്വാമിയെ വിളിച്ചോളൂ. അയ്യപ്പസ്വാമിയുടെ പുതിയ പേരെന്ന് അറിയില്ല, ഗൂഗിൾ കുമാർ. അയ്യപ്പസ്വാമിയോട് ചോദിക്കൂ, അയ്യപ്പസ്വാമിയുടെ പുതിയ അവതാരമാണ് ഗൂഗിൾ കുമാർ. ഗൂഗിൾ കുമാറിനോട് ചോദിക്കൂ, അച്ഛന് നല്ലൊരു കാർഡിയോ ഹോസ്പിറ്റൽ വേണം, എനിക്കിപ്പോൾ മെഡിക്കൽ ഫെസിലിറ്റി വേണം. അച്ഛൻ എന്ത് പറ്റി? അച്ഛനൊന്നും പറ്റിയില്ല, അവൻ്റെ ചെറിയൊരു ഹാർട്ട് അറ്റാക്ക്. അവൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, പ്രൊസീഡ് ചെയ്തോളാൻ. അങ്ങനെ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് ഇവിടുന്ന് തൃശ്ശൂർ തുടങ്ങി വടകര ഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലോട്ട് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി. അവിടെ കാർഡിയോ ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ, എന്താ? എനിക്കൊരു ഹാർട്ട് അറ്റാക്ക്. ഡോക്ടർ ഞെട്ടിപ്പോയി. ആദ്യമായിട്ട് എങ്ങനെ ഒരാൾ പറയുന്നത്. ടെസ്റ്റ് ചെയ്ത് നോക്കി, എല്ലാത്തിനകത്തും നോക്കി. സ്വാമി ശരണമയ്യപ്പ, ഈശ്വര അധീനതയിലായിരുന്നു ഞാൻ. എന്താണ് ഈശ്വര? അമ്മയുടെ അംബ്ലിക്കൻ കോഡിനകത്ത്, അമ്മയുടെ യൂട്രസിനകത്ത് ഞാൻ വളർന്നതുപോലെ ഈശ്വരൻ്റെ അധീനതയിലുണ്ടായതുകൊണ്ട് ഏറ്റവും നല്ല മെഡിക്കൽ ഫെസിലിറ്റി ആ രാവിലെ വെളുപ്പിന് 4 മണിക്ക് എനിക്ക് കിട്ടി. അവിടെ അതിനകത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ECG എടുക്കുമ്പോൾ ഇങ്ങനെ വരേണ്ട ECG, മാവിൻ്റെ കൊമ്പ് പോലെ വരേണ്ട ECG, നമ്മുടെ മാൻ്റെ കൊമ്പ് പോലെ പോകേണ്ട ECG റോഡിൻ്റെ ഹമ്പ് പോലെ ഇങ്ങനെ 97% ബ്ലോക്കായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ആൻജിയോഗ്രാമും ഒക്കെ പരിപാടിയൊക്കെ നിമിഷം കൊണ്ട് ഒക്കെ നടത്തി ICU യൂണിറ്റിൽ അങ്ങനെ നമ്മുടെ തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി കിടക്കുന്ന പോലെ അങ്ങനെ കിടക്കുകയാണ്. ഞാൻ കിടക്കുമ്പോൾ മുന്നിൽ കുറച്ച് മെഷീനുകൾ, ഡോക്ടർമാർ. അപ്പോൾ ഞാൻ കാണുന്നതാണ് എൻ്റെ മുന്നിൽ കുറേ ദേവീ ദേവന്മാരെ. ഏതാണ് ഈ ദേവീ ദേവന്മാരൊക്കെ? ഭൂമിയിൽ അവതരിച്ചിരുന്ന ഡോക്ടർമാരും നഴ്സന്മാരും. കുറേ വിഗ്രഹങ്ങൾ, അയ്യപ്പൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ജോറ്റാനിക്കര അമ്മയുടെ വിഗ്രഹങ്ങൾ, കുറേ എക്യുപ്മെൻറ്റ്. അപ്പോൾ ഈ സത്യത്തെ എനിക്ക് മനസ്സിലായി. അപ്പോൾ അവിടുന്ന് ഞാൻ തന്നെ എന്നോട് ചോദിച്ചു, മണികണ്ഠ 1 കോടി രൂപ വേണോ? വേണ്ട വേണ്ട വേണ്ട. എന്നാൽ ഒരു 10 കിലോ സ്വർണം? വേണ്ട വേണ്ട വേണ്ട. എന്നാൽ നല്ല പൂവമ്പഴം പോലത്തെ കുറച്ച് പെൺപിള്ളേരെ? വേണ്ടേ വേണ്ട. അല്ല, എറണാകുളത്ത് വൈറ്റ്ലയിൽ ഒരു 10 ഏക്കർ സ്ഥലം, 10 ഏക്കർ പോയിട്ട് 10 നുള്ളു ഭൂമി, എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ എന്തേ മറുപടി പറയുള്ളൂ? വേണ്ട 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 എന്ന്. അവസാനം മണികണ്ഠന് തന്നെ മണിയോടോട് ചോദ്യം ദേഷ്യം വന്നു, പിന്നെ എന്താ വേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടത് നമസ്തേ ബ്രഹ്മണേ. എനിക്ക് ആ ബ്രഹ്മത്തിനെ വേണം. ഏതിനെ? നമസ്തേ വായവേ. എനിക്ക് വായു ഭഗവാനെയാണിപ്പോൾ വേണ്ടത്. പ്രാണരൂപത്തിൽ വായു ഭഗവാനെയാണ് എനിക്കിത് വേണ്ടത്. ഇതാണ് ഈ മന്ത്രത്തിന് ഞാൻ അനുഭവിച്ച
അനുഭവമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടാവും. കൊറോണ പീരീഡിൽ ഉണ്ടല്ലോ, ശ്വാസം കിട്ടാണ്ടാണല്ലോ പെടഞ്ഞ് മരിച്ചതെല്ലാവരും. ആ വായു ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കും എനിക്കും ഉണ്ടായത് കൊണ്ടാണ് ഇത് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ ഈ പവിത്ര മോതിരം ഇട്ടതുപോലെ എൻ്റെ കൈക്ക് ഒരു നല്ല മിടുക്കിയായിട്ടുള്ള പെൺകുട്ടി കയ്യിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, മോളെ ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ മോള് ആ കുട്ടി പറഞ്ഞു, പൾസോ മീറ്ററാണ് അങ്കിളേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പൾസോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഓക്സിജൻ്റെ അംശം നോക്കുന്നതാണ്. അത് 95 മുകളിൽ വേണം. 95 കുറവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ദേ ഈ സാധനം മുഖത്ത് അത് കാണുമ്പോൾ തന്നെ ശരണമയ്യപ്പോൾ നമുക്ക് പേടിയാവും. ആ എക്യുപ്മെൻറ്റുകളെല്ലാം ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് ഞാനിങ്ങനെ നോക്കും ആ മെഷീനിൽ, ഏത് ഈ പൾസോമീറ്ററിന് 95 100 110 വാട്ട്, ഏത് ഓക്സിമീറ്റർ പൾസോക്സിമീറ്റർ എന്ന് അതിൻ്റെ കറക്റ്റ് ടെക്നിക്കൽ മീറ്റർ പേര്. ഓക്സിമീറ്റർ എന്ന് പറയാം, പൾസോക്സിമീറ്റർ എന്നും പറയാം. അങ്ങനെ ആ എക്യുപ്മെൻ്റ് ഏതായാലും ശരി. അപ്പോൾ ശ്രദ്ധിക്കണം, ആ പ്രാണവായുവാണ് ഭഗവാൻ എന്ന് തിരിച്ച് അറിയുക. അയം വായു സർവേഷാം ഭൂതാനാം മധു. ഭൂതം എന്ന് പറഞ്ഞാൽ രൂപനാമാത്മകമായിട്ട് ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മുകളിലുള്ള എൻ്റെ ജീവിതത്തിലെ മധു. മധു എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ശബ്ദസ്പർശ രസ രൂപഗന്ധാദികളിലൂടെയുള്ള നല്ല അനുഭവത്തെയാണ്. ഈ വായു എൻ്റെ അനുഭവമാണ്. എല്ലാ മധുരങ്ങളുടെയും മധുരമായ എന്നെ നിലനിർത്തുന്നതിനാൽ ഈ വായു ഭഗവാൻ തന്നെയാണ് എൻ്റെ മധു. എൻ്റെ ജീവിതത്തെ മധുരതരമാക്കുന്നത് ഈ വായു ഭഗവാൻ തന്നെയാണ്. എത്ര ശാസ്ത്രീയമാണ്, എത്ര ശാസ്ത്രീയമാണ്. ഈ ഓക്സിജനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. എത്ര പ്രാക്ടിക്കലാണ്. ഇതാണ് ഈ ഹൈന്ദവ സംസ്കൃതിയിൽ അസ്യവായോ സർവാണി ഭൂതാനി മധു. ഈ വായു എനിക്ക് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങൾക്കും എല്ലാവർക്കും മധുവാണ്. കാരണം എല്ലാ ജീവികൾക്കും ഓക്സിജനും, എല്ലാ ചരാചരങ്ങൾക്കും, പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്ക് കാർബൺ ഡയോക്സൈഡും നൽകിക്കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ശുദ്ധി വരുത്തുന്നതുകൊണ്ട് അസ്യവായോ സർവാണി ഭൂതാനി മധു. എല്ലാത്തിനെയും അത്യാവശ്യമായി അവരെയൊക്കെ നിലനിർത്തുന്നത് നമുക്കറിയാം. ഭൂമി പൊട്ടിത്തെറി, ബിഗ് ബ്ലാസ്റ്റ് തിയറി, ആ പൊട്ടിത്തെറിയിലൂടെ ഉണ്ടാകുന്ന പൊടികൾ കാറ്റിന് വീശി അവയൊക്കെ ഒന്നിച്ചു കൂടിയതാണ് ഖരമായി മാറുന്നത്. അപ്പോൾ ലിക്വിഡിന് ഖരമാക്കി മാറ്റുന്നത് വായുവാണ്. അപ്പോൾ ഈ കാറ്റാണ് നമുക്ക് പാഠം പഠിച്ചു, സുനാമി അറിയാലോ, കാറ്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ കാറ്റിനെ ആശ്രയിച്ചാണ് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയും നിലനിൽപ്പും എന്ന സത്യത്തെ നമ്മൾ, ഇതാണ് ഭാഗവതത്തിൽ തൃണാവർത്തൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുരനായിട്ട് കാറ്റായിട്ട് വന്നിട്ട് ഭഗവാനെ കൊണ്ടുപോയി എന്നുള്ളതൊക്കെ. ആ നെഗറ്റീവിലൂടെ ഇതിൻ്റെ പോസിറ്റീവ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ യശ്ചായമസ്മിൻ വായൗ തേജോ മയോ അമൃതായ പൂരുഷ. ഈ പൂരുഷൻ എന്ന് പറയുമ്പോൾ മറ്റേ ക്വസ്റ്റ്യൻ ആൻസർ ഇടുന്നതിലല്ലോ, മറ്റേ അപേക്ഷാഫോമൊക്കെ സെക്സ് എന്നുള്ള ആ ഒരു പുരുഷൻ സ്ത്രീ എന്നുള്ളതല്ല. പൂർണ്ണത്വാൽ ഇതി പുരുഷ, പൂർണ്ണമായും ശരീരത്തിൽ ശയിക്കുന്ന ആ ജീവാത്മാവിനെയാണ് ഇവിടെ പുരുഷൻ എന്നുള്ളത് ഇതാക്കിയത്. അപ്പോൾ യശ്ചായമസ്മിൻ വായോ തേജോമയോ അമൃതായ പുരുഷ. ഈ പുരുഷൻ പുരുവിൽ ശയിക്കുന്ന ശരീരമെടുത്ത ജീവജാലങ്ങൾക്ക് തേജസ് വർദ്ധിപ്പിക്കുന്ന അല്ലയോ പ്രാണവായു. ശ്വാസകോശത്തിലൂടെ വലിച്ചെടുത്ത് എന്നെയും നിങ്ങളെയും എല്ലാത്തിനെയും നിലനിർത്തുന്നു. നമുക്ക് ജലം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 മോളിക്യൂൾ ഓക്സിജനും ഹൈഡ്രജനും. വായു ആണല്ലോ, ഓക്സിജൻ ആണല്ലോ. അപ്പോൾ ജലമായും ഇത് സർവൗഷധേനാം ഔഷധികളായി ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനും പ്രാണവായു വേണം. അങ്ങനെ നിലനിർത്തുന്ന വെള്ളമായിട്ടും
ഭക്ഷണമായിട്ടും പ്രാണവായുവായിട്ടും അതുവഴി അവരെ അമൃതത്വത്തിലോട്ട് ഈ പ്രപഞ്ചശക്തിയായി പഞ്ചഭൂതങ്ങളായി മാറ്റുകയും ആ പഞ്ചഭൂതങ്ങൾ പഞ്ചീകരിച്ചുണ്ടായ പ്രപഞ്ചത്തിൻ്റെ ശക്തിയായ വായു, ആ ശക്തിയുടെ, ആ അനന്തമായ പ്രപഞ്ചശക്തിയുടെ ഒരു ഭാഗമാണ് ഞാൻ എന്ന് തിരിച്ചറിയുമ്പോഴേക്കും യശ്ചായമധ്യാത്മം പ്രാണസ്ഥേജോമയോ അമൃതായ പുരുഷ. ബോഡി, മൈൻഡ് ആൻഡ് ഇൻ്റലക്ച്വൽ, ശരീര മനോബുദ്ധികളിൽ പ്രവർത്തിക്കുന്ന ഈ പഞ്ചപ്രാണ അഗ്നി യശ്ചായമധ്യാത്മം പ്രാണസ്ഥേജോമയോ അമൃതായ പുരുഷ. ബോഡി, മൈൻഡ് ആൻഡ് ഇൻ്റലക്ച്വലിൽ പ്രവർത്തിക്കുന്ന ഈ പഞ്ചപ്രാണ അഗ്നി. അഗ്നി പറയുമ്പോൾ ഈ കത്തുന്ന ഒരു അഗ്നിയല്ല, ആ അഗ്നിയുടെ സ്വഭാവത്തെയാണ്. അതാണ് ഈ വൈദിക സംസ്കൃതിയുടെ പ്രത്യേകത. ആ അഗ്നിയുടെ സ്വഭാവത്തെ. എന്താ സ്വഭാവം? എൻ്റെ ശരീരത്തിൽ, എൻ്റെ അച്ഛൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന കോസ്മിക് എനർജി ആ സെമനിലൂടെ ആ ടെമ്പറേച്ചറിൽ എത്ര 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഈ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഈ സെമൻ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കൂ, നമ്മൾ ഈ നല്ല ചൂടുണ്ടാകുമ്പോൾ നമ്മുടെ ബോൾ ഇങ്ങനെ താഴെ പോയി നിൽക്കും. അപ്പോൾ കാറ്റൊക്കെ കൊണ്ട് 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരും. അപ്പോൾ നമ്മുടെ ശരീരം ചൂടാവുമ്പോൾ, നമ്മുടെ ശരീരം തണുക്കുമ്പോൾ ആ ചൂട് ഈ സെമന് കിട്ടാൻ വേണ്ടി ബോൾ എന്ത് പണിയെടുക്കും? ശരീരത്തോട് ഒട്ടിപ്പിടിച്ച് നിൽക്കും. ഇതാണ് ഈ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇത് തന്നെയാണ് അമ്മയുടെ ശരീരത്തിൽ പോയിട്ട് അവിടെയും 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ആ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഞാൻ ഇപ്പോഴും കീപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ കൊറോണയാണ്, ചത്തു പോകുന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഏതായാലും ശരി, ഈ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ശ്രദ്ധിക്കൂ, എൻ്റെ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത്. ഈ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് പോയിട്ടാകുമ്പോൾ വായുരനിലമൃതമധേദം ഭസ്മാന്ത്യം ശരീരം. അതിൻ്റെ പ്രതീകമായിട്ടാണ് ഞാൻ ഈ ഭസ്മം തൊടുന്നത്. എൻ്റെ ശരീരം എന്താക്കി മാറ്റും? ഭസ്മമാക്കി മാറ്റും. ഇതാണ് സനാതനമായ ഋഷീശ്വരമായ എനിക്ക് ഈ ഹൈന്ദവ സംസ്കൃതിയിൽ ഏറ്റവും പ്രൗഡ്. എൻ്റെ ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കി നാളെ ഞാൻ പരമാത്മാവിലോട്ട് ലയിച്ച് ചേരുമ്പോൾ ഈ ശരീരത്തെ ഭസ്മമാക്കി കളയുന്നു. അൾട്രാ മോഡേൺ സയൻസ് പറയുന്നു ഏറ്റവും ശാസ്ത്രീയമാണ് ക്രിമിയേഷന്. ഇതിനകത്തുള്ള 100,000 ബാക്ടീരിയകളും രോഗാണുക്കളും ഒരു ശാസ്ത്രത്തിനും കണ്ടുപിടിക്കാൻ പറ്റുന്നതിൻ്റെ അതുക്കും മുകളിലുള്ള എല്ലാം കത്തിച്ച് ചാമ്പലാക്കുന്നു. അതാണ് സൃഷ്ടിസ്ഥിതി ലയം. ആ ലയത്തിൻ്റെ പ്രതീകമായിട്ടാണ് വിഭൂതി. വിവിധം ഭവതി ഇതി വിഭൂതി. ഈ സർവത്തിൻ്റെയും പ്രതീകമായിട്ട് ഏകാംശേന സ്ഥിതോ ജഗത്ത്, ഈ ഒരംശത്തിൻ്റെ വിഭൂതിയുടെ പ്രതീകമായിട്ട് ഈ ഭസ്മമെവിടെ തൊടുന്നത്. അപ്പോൾ ആ പ്രാണാഗ്നി, പ്രാണെന്ന് വെച്ചാൽ പ്രണയനാൽ ഇതി പ്രാണാഹ, വിട്ടു പോകേണ്ടത് എന്താണോ അതാണ്. അപ്പോൾ ഈ പഞ്ചപ്രാണൻ, പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, ഈ ഊർജത്തെ, ഈ 5 രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വായു. അതെ, എൻ്റെ പെങ്ങടെ മകള് ഗാസ്ട്രോ സർജനാണ്, ഓങ്കോളജി ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ചെയ്യുന്ന എൻ്റെ മകളും ഡോക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരി പറയും ഈ പഞ്ചപ്രാണൻ, അമ്മാവൻ പറയുന്ന വേദങ്ങളിലുള്ള ഈ പഞ്ചപ്രാണൻ, പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, ഇത് ഈ ആഹാരത്തിൻ്റെ കൂട്ടത്തിൽ വർത്തമാനം പറയാൻ പാടില്ല എന്ന് പറയും നമ്മൾ വേദങ്ങളിൽ അങ്ങനെ ഒരുപാട് മന്ത്രമുണ്ട്. ഭക്ഷണത്തിൻ്റെ ഇടയിൽ വർത്തമാനം പറയരുതെന്ന്. ഗ്യാസ്ട്രോ പ്രോബ്ലം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഭക്ഷണത്തിൻ്റെ ഇടയിൽ വർത്തമാനം പറയുന്നതുകൊണ്ടാണെന്ന് അൾട്രാ മോഡേൺ സയൻസ് പറയുന്നത്. അമിതമായി വായു ഭക്ഷണത്തിൻ്റെ ഇടയിൽ കയറി അത് ഗ്യാസ് പ്രോബ്ലം ഉണ്ടാക്കി, അത് നെഞ്ചെരിപ്പിൽ വരുത്തി, അസിഡിറ്റി വരുത്തി, നാളെ അത് ക്യാൻസറായി മാറും. അതുകൊണ്ട് വൈദിക സംസ്കൃതിയിൽ പറയുന്നു അന്നം ബ്രഹ്മ നിഷേധ എന്നും പറഞ്ഞിട്ടുള്ളൊരു മന്ത്രമുണ്ട്. അതിൽ പറയുന്നു ഒരിക്കലും നിങ്ങൾ അതിൻ്റെ ഇടയിൽ വർത്തമാനം പറയരുതെന്ന്. ബ്രാഹ്മണരോ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ, അവർ ഈ ബ്രഹ്മ സംസ്കൃതിയിൽ വർത്തമാനം പറയില്ല. ഏതായാലും ശരി, ഈ എയറിൻ്റെ തള്ളിച്ച കൊണ്ടാണ്, ഈ വായുവിൻ്റെ തള്ളിച്ച കൊണ്ടാണ്
ഈ ഞാൻ കഴിക്കുന്ന ആഹാരത്തെ ആമാശയം വഴി ചെറുകുടൽ അങ്ങനെ ഇങ്ങനെ പോയി എല്ലാത്തിനകത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ അബ്സോർബ് ചെയ്ത് പൂർണ്ണാവതാരം എടുത്തിട്ട് ഭഗവത്ഗീതയിൽ പറയും അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിതം പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. ഈ 4 വിധത്തിലുള്ള ആഹാരങ്ങളെയും അബ്സോർബ് ചെയ്ത് മലമൂത്രാദികളായി തള്ളുന്നത് ഈ വായുവാണ്. അപ്പോൾ ഈ വായു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടല്ലേ എനിക്കിത് സാധിക്കുന്നത്? ഈ വായു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടല്ലേ എനിക്കിത് നിലനിൽക്കാൻ പറ്റുന്നത്? ഈ വായു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടല്ലേ എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്നത്? മോനെ മണികണ്ഠ, ഇതൊക്കെ മുകളിൽ നിനക്കൊരാഗ്രഹം വേണ്ട. ഇതാണ് വേദങ്ങൾക്ക് പറയാനുള്ളത്. ഈ ഡൈജഷൻ സിസ്റ്റത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ഈ പഞ്ചപ്രാണ അഗ്നിയാണ്. എന്നിട്ടാണ് പ്രാണൻ, അപാനൻ, വ്യാനൻ വ്യത്യസ്തമായി സമാനൻ ഈക്വലായിട്ട് എല്ലായിടത്തും എത്തിച്ച് ഈ ചെറുവിരൽ ഇവിടെ വളർന്നപ്പോൾ മതി 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 പറയും. ഈ മോതിരവിരൽ ഇവിടുത്തെ മതി മതി, ഈ വിരൽ ഇവിടുത്തെ മതി, ചൂണ്ടുവിരൽ മതി, തള്ളവിരൽ മതി. ഇങ്ങനെ എല്ലാത്തിനെയും ഈക്വലായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കുന്നത് മുഴുവൻ ഈ പഞ്ചപ്രാണനാണ്. ഈ പഞ്ചപ്രാണൻ്റെ അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാണശക്തിയാണ് ജഗദീശ്വരൻ എന്ന് തിരിച്ചറിയുമ്പോഴേക്കും ഈ പ്രാണശക്തിയാണ് എന്നിലെ തേജസ്, അതാണ് പ്രകാശം, അതാണ് 37 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ അറിയുക. അപ്പോൾ പ്രാണരൂപേണ പ്രാണോ ബ്രഹ്മേ ഇതി, പ്രാണൻ തന്നെയാണ് ബ്രഹ്മം. അപ്പോൾ ഈ തേജസ്സോ ഞാൻ കഴിക്കുന്ന ആഹാരങ്ങൾ സമാനൻ, സമമായി ഇതിനകത്തുള്ള മിനറൽസ്, മൈറ്റസ്, കാർബോഹൈഡ്രേറ്റ്, ന്യൂട്രിജൻ എല്ലാ സാധനങ്ങളും സമമായി 37 ട്രില്യൺ കോശങ്ങളിലും ഈക്വലായിട്ട് എത്തിച്ച് ട്രൈഗ്ലിസറിനായിട്ട് അവിടെ അഡീഷണലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് ബഫർ സ്റ്റോക്ക് ചെയ്യുന്നത് പോലും ഈ പ്രാണവായുവാണ്. ഓക്സിജനിൽ ബ്ലഡിൽ ഓക്സിജൻ്റെ നില എത്രയാണെന്നുള്ള ആദ്യം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെയൊക്കെ ആ പ്രാണവായുവാണ് നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ യോന്തപ്രവിശ്യ മമവാചിമിമം പ്രസുപ്തം സഞ്ജീവയന്ത്യഖില ശക്തിധരസ്വധംന അന്യാംശ്ച ഹസ്തചരണ ശ്രവണോരുഗാത്വം പ്രാണം നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഉറങ്ങി എഴുന്നേറ്റ ഉടനെ ചൊല്ലേണ്ട നല്ലൊരു മന്ത്രമാണ് ശ്രീമദ് ഭാഗവതത്തിലെ പ്രാണാം നമോ ഭഗവത്. അന്തപ്രവിശ്യ, എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ഓരോ കോശങ്ങളിലായി നിലനിൽക്കുന്ന കോസ്മിക് എനർജിയായ ഹേ പ്രാണനെ, ഹേ അന്തപ്രവിശ്യ മമ വാജ്, എന്നെക്കൊണ്ട് സംസാരിപ്പിക്കുക, എന്നെക്കൊണ്ട് നിലനിർത്തുക, എന്നെക്കൊണ്ട് നടത്തിക്കുകയും എന്നെക്കൊണ്ട് മണപ്പിക്കുകയും എന്നെക്കൊണ്ട് രുചിപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന യോന്തപ്രവേശം മമവാജി സഞ്ജീവേന്തി അഖില ശക്തിധര, എല്ലാ ശക്തിയും എനർജിയും എനിക്ക് തരുന്ന ഹേ പ്രാണഭഗവാനെ നീ തന്നെയാണ്. ശ്രീമദ് ഭാഗവത്തിലെ നല്ലൊരു മന്ത്രമാണിത്. അങ്ങനെ നിൽക്കുന്ന ആ കോസ്മിക് എനർജി ശ്രദ്ധിക്കണം, വികസിപ്പിക്കണം. ഇതിന് ഋഷീശ്വരൻ കണ്ട അത്യത്ഭുതകരമായ ഒരു കണ്ടുപിടുത്തമാണ് പ്രാണായാമം. എന്താണ് പ്രാണായാമാൻ സർവാൻ പ്രാണായാമൻ ദഹാൻ സർവാൻ ദോഷാൻ അശേഷതേ. കൃഷ്ണ യജുർവേദം പറയുന്നത് പ്രാണായാമം സർവാൻ ദഹാൻ, എല്ലാത്തിനെയും ദഹിപ്പിക്കുന്നു, എല്ലാ നെഗറ്റീവിനെയും, എല്ലാ രോഗത്തെയും, എല്ലാ അസുഖങ്ങളെയും, എല്ലാ വൃത്തികേടിനെയും ദഹിപ്പിക്കുന്നു. പ്രാണായാമം സർവാൻ ദേഹാൻ അശേഷതാൻ, ഒരു തരി പോലും വൃത്തികേട് വെക്കാതെ. എന്നിട്ട് നമ്മൾ ഊർജ്ജസ്വലമാക്കുന്നതിന് അല്പം മെനക്കെടണം. അതിനാണ് പ്രാണായാമം, അതിനാണ് ദിവസേന പ്രണവോപാസന. ഓക്സിജൻ നന്നായിട്ട് വലിച്ചെടുത്ത് പുറത്തോട്ട് വിടുന്നത്. അപ്പം ശ്രദ്ധിക്കണം, പ്രപഞ്ച ഊർജ്ജശക്തി ആവാഹനമാണ്. എന്ത്? പ്രപഞ്ച 5 ശക്തികളെയും ഒന്നിച്ച്, വായു, ജലം, ഭൂമി, ആകാശം, അഗ്നി, ഈ പ്രപഞ്ചത്തിലെ 5 രീതിയിലുള്ള ശക്തിയെയും ഒന്നിച്ച് ആവാഹന ചെയ്യുന്നതാണ് ഈ എന്ത്?
പ്രാണായാമം ആത്മബലത്തിനെയാണ്, മനഃശക്തിക്കാണ്. അപ്പോൾ അനന്തതയുടെ ഭായകമായ ഞാൻ, ഊർജ്ജസ്വലമായ ഊഷ്മളതമായ വ്യക്തിത്വ വികാസം, അതുവഴി സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കാനും അയമേവ സയോയാത്മാ ഇദം ബ്രഹ്മം ഇദമമൃതം ഇദം സർവം. അങ്ങനെ ആ മന്ത്രത്തിന് ഋഷി ഏറ്റവും സൗന്ദര്യാത്മകമായി നിർത്തിക്കൊണ്ടാണ് പറയുന്നത്. എന്താണ്? മധുവിദ്യയാണിത്. പ്രാണവായു മധുവിദ്യയാണ്. എന്താണ് മധുവിദ്യ? ബ്രഹ്മവിദ്യ തന്നെയാണ് മധുവിദ്യ. മധുവിദ്യ തന്നെയാണ് ആത്മവിദ്യ. ഭദ്രം കർണേഭി പശ്യന്ത ശൃണുയാമദേവ ഭദ്രം പശ്യമക്ഷഭിര്യജത്ര സ്ഥിരൈരംഗൈസ്തുഷ്ട്വാംശ വ്യശേമ ദേവഹിതം യദായു. ഈശ്വരൻ തന്നിട്ടുള്ള ആയുസ് അവസാനിക്കുന്നതുവരെ, കൃഷ്ണ യജുർവേദത്തിലെ മന്ത്രമാണിത്, എനിക്ക് ഊർജ്ജസ്വലമായി ജീവിക്കണം. അതിന് ഈ ബ്രഹ്മവിദ്യയിൽ നിന്നും ആത്മവിദ്യ പഠിക്കണം. ആത്മവിദ്യയിൽ നിന്നും മധുവിദ്യയിലോട്ടും, മധുവിദ്യയിൽ നിന്നും തത്വമസിയിലോട്ടും, തത്വമസി മഹാവാക്യത്തിൽ നിന്നും കൈവല്യത്തിലേക്കും. അവിടെ നിന്നാണ് അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി എന്ന ആ നിലയിലോട്ട് നമ്മൾ ഉയരണം. അപ്പോഴോ ശ്രീശങ്കര ഭഗവത്പാദർ പറയുന്നു, ജഗൻ മിഥ്യ ബ്രഹ്മം സത്യം ജീവോ ബ്രഹ്മൈവ ന അപര അനേക വേദ്യം സശാസ്ത്രം ഇതി വേദാന്തദിണ്ടിമാഹ. ഇതാണ് വേദങ്ങളുടെ പരമ്പരഘോഷം. എന്താണ്? വേദമാതാവിൻ്റെ അനുഗ്രഹത്താൽ അമൃതത്വത്തിലെയും ബ്രഹ്മസാക്ഷാത്കാരവും ബ്രഹ്മസായുജ്യവും പരമശാന്തമായ ജീവിതം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഈ വേദപഠനത്തിലൂടെ ഉണ്ടാവട്ടെ. നമ്മൾ പഠിക്കണം, നമ്മളെ മക്കളെ പഠിപ്പിക്കണം, നമ്മളെ കുഞ്ഞുമക്കളെ പഠിപ്പിക്കണം. എന്തിന്? പരമശാന്തമായ ജീവിതത്തിന്. അങ്ങനെ എല്ലാവർക്കും ഒരു നല്ല ജീവിതം ആശംസിച്ചുകൊണ്ട് ലോകോ സമസ്ത സുഖിനോ ഭവന്തു. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ശരണമയ്യപ്പ.